സ്ലിപ്പ് നോട്ട് ഹുക്ക് വെച്ച് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് ഇനി കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ത്രെഡിൻ്റെ ടെയിൽ എൻഡ് മോതിരവിരലും തള്ളവിരലും കൂട്ടിയതായി ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ട് വിരൽ, നമ്മുടെ ചൂണ്ടുവിരലും മോതിരവിരലിലേക്കാണ് നമ്മൾ ഈ ത്രെഡ് ചുറ്റി കൊടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചുറ്റുന്നതെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് ചുറ്റുമ്പോൾ ഒരു ചെറിയ ചെരുവിൽ ഇതാ ഇങ്ങനെ ചുറ്റുക, ഒന്നാമത്തെ. ഇനി ഈ ത്രെഡ് എങ്ങനെ വരേണ്ടത്, ഇതിൽ ക്രോസ് ആയിട്ട് കണ്ടോ, ഇവിടെ ക്രോസ് ആയിട്ട് വന്ന് അടുത്തതും ചുറ്റി. മനസ്സിലായോ? ഇനി എന്തെടുക്കണം, നമ്മുടെ മോതിരവിരൽ നൂർത്തി അഴിഞ്ഞു പോകാതെ ഒന്ന് പിടിച്ചു. മനസ്സിലായോ? നമുക്ക് വിരലിങ്ങനെ വിട്ട് നമ്മളിവിടെ പിടിച്ചിരിക്കുകയല്ലായിരുന്നോ, മോതിരവിരൽ പിടിച്ചേക്കുമായിരുന്നു നമ്മൾ ചുറ്റുന്ന സമയത്ത്. ഇതാ ഇങ്ങനെ ചുറ്റി ഇവിടെ വന്ന് ക്രോസ് ചെയ്തപ്പോൾ എന്തായി, ത്രെഡ് ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ഇത് വിട്ട് കൊടുത്താലും ഈ ത്രെഡ് പോകത്തില്ല. ഈ ടൈറ്റാക്കിയത് ഈ വിരൽ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്താണ്, നമ്മുടെ മോതിരവിരൽ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അറിയാം, നമ്മൾ ആദ്യം ചുറ്റിച്ച് ചെരിഞ്ഞ് വേണമെന്ന് പറഞ്ഞു. അതെന്തിനാ, അതിൻ്റെ അടിയിൽ കൂടെ വേണം നമുക്ക് മറ്റേ ഹുക്ക് വലിക്കാൻ. ഇതുപോലെ അടിയിൽ കൂടെ പോയി ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് വരണം. അതിനുശേഷം ഹുക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ, ഹുക്ക് ഇതുപോലെ വലിച്ചു. അതായത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഹുക്ക് ഇങ്ങനെ ആക്കി. എന്നിട്ട് ഇവിടെ നമ്മൾ ത്രെഡിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, വിരലിൽ നിന്നും ഊരിയെടുക്കുക. നമ്മുടെ ടെയിലൻ്റ് ഉണ്ട്, അത് പിടിച്ച് വലിക്കുമ്പോൾ കെട്ട് വീഴും. എന്നിട്ട് നമ്മൾ വർക്കിംഗ് ആണി പിടിച്ച് വലിക്കുമ്പോൾ ഹുക്കിൽ ത്രെഡ് മുറുകും. ക്ലിയർ ആയോ? ഒന്നുകൂടെ കാണിച്ചു തരട്ടെ. മോതിരവിരലും തള്ളവിരലിലും ത്രെഡിൻ്റെ ടെയിലൻ്റ് പിടിച്ചു. ഇനി ഈ രണ്ട് വിരലിലേക്ക് ത്രെഡ് ചുറ്റാൻ പോവുക. ചെറിയൊരു ക്രോസിൽ നമ്മൾ ചെറിയൊരു ചെരുവിൽ നമ്മൾ ഈ ആദ്യത്തെ ത്രെഡ് ചുറ്റി, രണ്ടാമത്തത് സൈഡിൽ വരുമ്പം ഇങ്ങനെ ക്രോസ് വരണം. കാണാൻ പറ്റുന്നുണ്ടോ? ക്രോസ് വരണം. ഇങ്ങനെ ക്രോസിൽ അടുത്തതും ചുറ്റി ഈ ത്രെഡ് ഈ വിരലുകൊണ്ട്, മോതിരവിരലുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഈ ചെരിഞ്ഞ് വന്ന ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ഹുക്കിട്ട് ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം ഹുക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഇത് കൈ നൂരിയെടുക്കണം. ഓക്കെ. ഇനി ടെയിൽ എൻഡ് ഉണ്ട്, ടെയിൽ എൻഡിൽ പിടിച്ച് വലിക്കുമ്പോൾ കെട്ട് വീഴും. വർക്കിംഗ് ആണി പിടിച്ച് വലിക്കുമ്പോൾ കെട്ട് മുറുകും. ഇതുപോലെ നമുക്ക് ലൂസാക്കാം, ടൈറ്റാക്കാം. കണ്ടോ? കുറച്ചുകൂടെ ഇനി അടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം, അടുത്ത് പിടിച്ചിട്ട്. ഇതുപോലെ ഫസ്റ്റ് ത്രെഡ് ടെയിലൻ്റ് എന്ത് ചെയ്തു, മോതിരവിരൽ പിടിച്ചു. നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും കൂടെ കൂട്ടി ഒരു ചുറ്റി, രണ്ടാമത്തെ ചുറ്റുതാ ഇങ്ങനെ ക്രോസ് ചെയ്തു. എന്തിനാ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്, നമ്മൾ ഇതേന്ന് നമുക്ക് റിലീസ് ചെയ്താലും കെട്ടഴിഞ്ഞു പോകാതിരിക്കാനാണ്. അതിനുശേഷം ഇവിടെ മോതിരവിരലിൽ പിടിക്കണം. അപ്പോൾ മോതിരവിരലിൽ പിടിക്കാൻ നേരം മാത്രമേ ഉള്ളൂ കേട്ടോ ത്രെഡ് വിടാവുള്ളൂ. ഓക്കെ. ഫസ്റ്റ് ടൈം ആകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പം ഇതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. ഇതിൻ്റെ ഈ നമ്മൾ അടിയിൽ ചുറ്റിയില്ലേ, അടിയിൽ കൂടെ വരുന്ന ത്രെഡില്ലേ, അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കയറ്റിയിട്ട് മുകളിൽ വന്നേക്കുന്ന ഈ ത്രെഡുണ്ട് രണ്ടാമത് ചുറ്റിയത്, അതിനതാ ഇതുപോലെ ഇതിനകത്തൂടെ വലിച്ചെടുക്കാൻ പറ്റും. വലിച്ചെടുക്കുമ്പോൾ ഹുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ലോക്കാക്കണം. അതിന് ശേഷം ഈ ലൂപ്പിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തു ചൂണ്ടുവിരൽ കൊണ്ട്. എന്നിട്ട് വിരൽ ഊരിയെടുത്തു. ഇനി വർക്കിംഗ് ആണ് പിടിച്ച് വലിച്ചു, ടെയിലൻ്റ് പിടിച്ച് വലിച്ചു. വർക്കിംഗ് ആണ് പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ പാകത്തിന് അതുപോലെ ഓടി നടക്കണം. ഒരുപാട് ടൈറ്റ് ആക്കിയെങ്കിൽ ഹുക്കിങ്ങനെ ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുമല്ല ഇതിങ്ങനെ ഇറങ്ങി വരാൻ പാടാം. അപ്പോൾ അതെന്ത് ചെയ്യണം, കുറച്ച് ലൂസാക്കിയിട്ട് വേണം. ഇതിൻ്റെ ഹെഡുണ്ട്, അതിങ്ങനെ ബീക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. മനസ്സിലായോ? ലൂസായിരിക്കണം. ഈ ബീക്ക് ഈസി ആയിട്ട് ഇറങ്ങി വരുന്ന പരുവം. ഓക്കെ. സ്ലിപ്പ് നോട്ട് എല്ലാവരും പഠിച്ചില്ലേ, ഹുക്കിലിടുന്നത് എങ്ങനെയാണെന്ന്? അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് ഹുക്കിലിടുന്നത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി ഹുക്കിലല്ലാതെ നമ്മൾ കയ്യിലിടുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് വിരലിലാണ് ചെയ്തത്. ഇതുപോലെ ചുറ്റി ഇങ്ങനെ ചുറ്റി വന്നിട്ട് ഈ വിരൽ ഊരി കൊടുത്തു. അതായത് ഇങ്ങനെ ചുറ്റി
ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഊരി കൊടുത്തു. എന്നിട്ട് അടിയിൽ കൂടെ ഇത് വന്നിട്ട് അതിലാണ് പിടിച്ച് വലിച്ചത്. നിങ്ങൾക്ക് ഈസി ഏതാണോ അത് ചെയ്ത് നോക്കുക. കൈ കൊണ്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ചുറ്റി, അതായത് ഇതുപോലെ ഒന്ന് ചുറ്റി, എന്നിട്ട് അവിടെ പിടിച്ചുകൊണ്ട് അടിയിൽ കൂടെ ഇത് കൊണ്ടുവന്നിട്ട് ഇതിനകത്തൂടെ പോയി വലിച്ചെടുക്കണം. കണ്ടോ? ഇനി ഹുക്കിട്ടിട്ട് വർക്കിംഗ് പിടിച്ച് വലിക്കുമ്പോൾ ഹുക്കിൽ മുറുകും. ഇതെല്ലാം ഈസിയാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക കയ്യിൽ.